അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കിം ഫിഷ് കൊണ്ടുള്ളൊരു ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സ്പൈസസ് എന്തൊക്കെയാണോ? 1 kg ഫിഷ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അതിലോട്ടുള്ള മസാലകളെല്ലാം റെഡിയാക്കി വെക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൗഡർ, ടർമറിക് പൗഡർ, ലെമൺ ജ്യൂസ്, സാൾട്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കോക്കനട്ട് ഓയിൽ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫിഷ് ഒരു 1/2 hour റെസ്റ്റ് ചെയ്യാം. ഫിഷിന് എപ്പോഴും നല്ലത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ, നല്ല ടേസ്റ്റ് കിട്ടുന്നത്. കൂടുതൽ മൊരിയാതെ ഫിഷൊക്കെ നമുക്ക് മാറ്റി വെക്കാം. അടുത്ത സ്റ്റെപ്പ് നമുക്ക് റൈസ് വേവിക്കലാണ്. അതിൻ്റെ നെയ്യോ അതിൻ്റെ കൂടെ കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. 2 സവാള കാഷ്യൂ റൈസിന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏലക്കായും ഗ്രാമ്പും കൂടെ കുറച്ച് ചേർത്തിട്ടുണ്ട്. ഇതിലോട്ട് സ്പൈസസ് ഗരം മസാല പൗഡർ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേ പോട്ടിൽ തന്നെ കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പട്ട, ഏലക്കായ, ഗ്രാമ്പൂ, ബേ ലീഫ് എല്ലാം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് സവാള, ഒരു 1/2 സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വന്ന ശേഷം നമുക്ക് അതിലോട്ട് 1 കപ്പ് റൈസിന് 2 കപ്പ് വാട്ടർ എന്ന രീതിക്ക് നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. സോൾട്ട് ആഡ് ചെയ്യാം. റൈസ് കഴുകി ഊറ്റി വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മേലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ആഡ് ചെയ്തെടുക്കാം. ലെമൺ ജ്യൂസ്, കോക്കനട്ട് മിൽക്ക്, ഗീ എല്ലാം കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ വെച്ചതിന് ശേഷം നല്ലോണം കുക്കായി വന്നിട്ട് നമ്മൾ റൈസിന് മാറ്റി വെക്കുന്ന 3rd സ്റ്റെപ്പ്, ഒരു പോട്ട് ചൂടായ ശേഷം അതിലോട്ട് ഓയിൽ ഏതും ചേർത്ത് കൊടുത്തിട്ട് അതിലോട്ട് കറിവേപ്പില, ജിഞ്ചർ ഗാർലിക്, ചില്ലി എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തത് ചേർത്തിട്ട് നന്നായി ഒന്ന് മൂത്ത വന്ന ശേഷം നമുക്ക് അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ച സവാളയും സാൾട്ടും ചേർത്ത് കൊടുക്കുക. അതിലോട്ട് നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത് വെച്ച കോക്കനട്ട് ഓയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോപ്പ് ചെയ്ത ടൊമാറ്ററും ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴന്ന് വന്ന ശേഷം അതിലോട്ട് ലെമൺ ജ്യൂസ്, ചോപ്പ് ചെയ്ത മിൻറ്റും കൊറിയൻഡർ ലീവ്സും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഫിഷൊക്കെ അതിലോട്ട് ചേർത്തിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് യോഗട്ടും കൂടെ ചേർത്ത് കൊടുക്കണേ. ആ ഒരു ക്ലിപ്പ് എൻ്റെ അടുത്തുനിന്ന് മിസ്സായി പോയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. ആദ്യം കുറച്ച് റൈസ് ഇങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് കാഷ്യൂനട്ട് ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഫിഷ് ആഡ് ചെയ്യുക. ഫിഷിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ടിട്ട് Lights flicker, shadows stretch narrow.